ഇന്നത്തെ കഥ ഇംഗ്ലണ്ടിലെ കോട്സ്വോൾഡ്സ് എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നടന്ന ഞെട്ടിക്കുന്ന ചില സംഭവ പരമ്പരകളാണ്. ഈ കുടുംബം വളരെ ലളിതമായ ജീവിതം നയിച്ചു വരുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. എന്നാൽ 1984 അവരുടെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങൾ അരങ്ങേറുവാൻ തുടങ്ങി. ഒടുവിൽ അതൊരു ദുസ്വപ്നം പോലെ അവരെ വേട്ടയാടി. ചിലപ്പോഴൊക്കെ അവർക്ക് തങ്ങൾ ഏതെങ്കിലും സസ്പെൻസ് നിറഞ്ഞ കുറ്റാന്വേഷണ നോവലിന്റെ ഉള്ളിലാണോ ജീവിക്കുന്നത് എന്നുവരെ തോന്നുവാൻ തുടങ്ങി. എന്നാൽ ആകെയുള്ള ഒരു വ്യത്യാസം, ഇതൊരു നോവൽ പോലെ ഭാവനയല്ല, തികച്ചും യാഥാർത്ഥ്യമായിരുന്നു. 1984 മാർച്ച് 30 രാവിലെ സമയം ഗ്രഹാം ബാക്ക്ഹൗസ് എന്ന 43 വയസ്സുകാരൻ തന്റെ പശുക്കൾക്ക് കഴിക്കുവാനുള്ള തീറ്റ നിറച്ച ബക്കറ്റുമായിട്ട് തന്റെ ഫാമിലെ വലിയൊരു പുൽത്തകിടിയിലൂടെ പതുക്കെ നടക്കുകയായിരുന്നു. ഈ ഫാമിന്റെ പേര് വിഡൻ ഹിൽ ഫാം എന്നാണ്. ഫാമിലെ അവസാനമില്ലാത്ത ദൈനംദിന ജോലികൾ കാരണം അവൻ പതിവ് പോലെ കടുത്ത ക്ഷീണത്തിലായിരുന്നു. 5 വർഷം മുൻപാണ് ഗ്രഹാമിന്റെ പിതാവ് മരണപ്പെട്ടത്. അന്നു മുതൽ അവൻ ഈ വലിയ സ്വത്തും മൃഗങ്ങളും പൈതൃകമായിട്ട് കിട്ടി. പക്ഷെ അതിൽ അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ദിവസവും നടുവൊടിക്കുന്ന ഈ കഠിനമായിട്ടുള്ള ജോലികൾ വലിയൊരു ഭാരമായിട്ട് അവന് തോന്നി. മറ്റൊരു കാര്യം, ഗ്രഹാം വളരെ മോശം ഒരു കർഷകനായിരുന്നു. ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അവൻ കൃത്യമായിട്ട് ഫാമിൽ ചെയ്യാറുണ്ടെങ്കിലും ഒരു ഫാം എങ്ങനെ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടു പോകണമെന്ന് അവൻ അറിയില്ലായിരുന്നു. താൻ ചെയ്യുന്നത് എന്താണെന്നൊരു ധാരണയും ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആ വലിയ ഫാം പൂർണ്ണമായിട്ടും കടക്കണിയിലായിരുന്നു. എന്നാൽ ഈ ഫാം ഏറ്റെടുക്കുവാനായിട്ട് അവൻ്റെ കുടുംബത്തിൽ മറ്റ് സഹോദരന്മാർ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് ഉപേക്ഷിച്ച് പോകുവാനും അവന് കഴിയില്ല. കഠിനമായ പണിയെടുത്തിട്ടും ഫാമിൻ്റെ ലാഭം നാൾക്കുനാൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ഗ്രഹാമിന് ഒരിക്കലും ഒരു കർഷകനാകുവാനായിട്ട് താല്പര്യമില്ലായിരുന്നു. കുട്ടിക്കാലം മുതൽ തൻ്റെ അച്ഛൻ പുലർച്ചെ വരെ കഠിനാധ്വാനം ചെയ്യുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മികച്ച കർഷകനായിരുന്നു. എന്നാൽ ഗ്രഹാമിൻ്റെ സ്വപ്നം അതായിരുന്നില്ല. അവന് ഒരു എഴുത്തുകാരനാകുവാനായിരുന്നു ആഗ്രഹം. അതായിരുന്നു അവൻ്റെ യഥാർത്ഥ അഭിനിവേശവും. കുട്ടിക്കാലത്ത് കിട്ടുന്ന ഏത് അവസരത്തിലും അവൻ കവിതകളും കഥകളും അതുപോലെ ഡയറി കുറിപ്പുകളും എഴുതി വയ്ക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ പെട്ടെന്നുള്ള മരണത്തോടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാക്കുവാനായിട്ട് അവൻ നിർബന്ധിതനായി. അതോടെ അയാൾ അവിടെ കുടുങ്ങിപ്പോയെന്ന് പറയാം. അതോടൊപ്പം അവൻ്റെ പിടിപ്പുകേട് മൂലം ഫാം തകർച്ചയുടെ വക്കിലുമെത്തി. ഈ കടബാധ്യതകൾ നൽകിയ നാണക്കേടിനും അപമാനത്തിനും പുറമെയായിട്ട് അടുത്ത കാലത്തായിട്ട് അതിർത്തി തർക്കങ്ങളുടെ പേരിൽ തൻ്റെ അയൽക്കാരുമായിട്ട് അവൻ നിരന്തരം വലിയ വഴക്കുകളിൽ ഏർപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ അവന് ചുറ്റും ഇപ്പോൾ എവിടേക്ക് തിരിഞ്ഞാലും പ്രശ്നങ്ങൾ മാത്രമാണ്. അങ്ങനെ അന്ന് രാവിലെ ചെയ്യേണ്ട മറ്റു ജോലികളെക്കുറിച്ചുള്ള ചിന്തകളുമായിട്ട് പുൽത്തകിടിയിലൂടെ നടക്കുമ്പോൾ തൻ്റെ മുന്നിലുള്ള വേലിത്തൂണുകളിൽ വിചിത്രമായ എന്തോ ഒന്നവൻ കണ്ടു. ആകാംക്ഷയോടെ അതിനടുത്തേക്ക് വന്നപ്പോൾ ആ പ്രദേശത്തെ ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്ന ഭയങ്കരമായിട്ടുള്ള ശബ്ദം അവൻ കേൾക്കുവാൻ തുടങ്ങി. ഒടുവിൽ അവൻ ആ വേലിത്തൂണിൻ്റെ അരികിലെത്തി. അപ്പോഴാണ് എന്തുകൊണ്ടാണ് ഈച്ചകൾ അവിടെ വട്ടമിട്ട് നടക്കുന്നത് എന്നവന് മനസ്സിലായത്. അവിടെ വിഡൻ ഹിൽ ഫാമിന്റെ വേലിത്തൂണിൽ അറുത്തുമാറ്റി ഒരു ആടിന്റെ തല ആരോ കെട്ടിവെച്ചിരിക്കുന്നു. വായും തുറന്ന് നാക്കും നീട്ടി നിർജ്ജീവമായ കണ്ണുകളോടെ അത് ഗ്രഹാമിനെ തുറച്ചു നോക്കി. അതിനു ചുറ്റുമാണ് ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നത്. ആരോ തന്നെ മനഃപൂർവ്വം ഭയപ്പെടുത്തുവാനായിട്ട് കൊണ്ടുവന്നു വെച്ചതാണിതെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. എങ്കിലും ഇതൊരു സാധാരണ ഭീഷണിയല്ല, മറിച്ച് അതിനു മുകളിൽ മറ്റെന്തോ ആണ്. അവൻ ചുറ്റുമൊന്ന് വീണ്ടും നോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. തൊട്ടടുത്തുള്ള വേലിയിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ഒരു പേപ്പർ കഷ്ണം ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ദൂരെ നിന്നും നോക്കിയാൽ പോലും അത് വ്യക്തമായിട്ടും വായിക്കാമായിരുന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: യു നെക്സ്റ്റ്, അടുത്തത് നീയാണ്. അതൊരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഗ്രഹാമിന് നേരെയുള്ളൊരു വധഭീഷണി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അവൻ ഇതുപോലെയുള്ള നിരവധി കത്തുകൾ തപാലിലൂടെ ലഭിച്ചിരുന്നു. അതും കൂടാതെ അനേകം ഭീഷണി കത്തുകൾ ഫാമിൻ്റെ പല ഭാഗത്തു നിന്നും കിട്ടിയിരുന്നു. അതിലെല്ലാം നിന്നെ കൊല്ലുമെന്ന ഭീഷണിയായിരുന്നു. കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ തുടർച്ച മാത്രമായിരുന്നു ഇത്. എങ്കിലും ഇത്തവണ കാര്യങ്ങൾ അല്പം കടന്നു പോയിരിക്കുന്നു. ഒരു മൃഗത്തിൻ്റെ തല വെട്ടിവെച്ച് ഭീഷണി മുഴക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ഗ്രഹാമിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ കത്ത് വന്നത്. അതിനുശേഷം അവനും അവൻ്റെ ഭാര്യയ്ക്കും ഇതുപോലെ നിരവധി ഭീഷണി കത്തുകൾ കിട്ടിയിരുന്നു. അവയിലെല്ലാം അവരെ അപായപ്പെടുത്തുമെന്ന് എഴുതിയിരുന്നു. ഗ്രഹാം ഇതുമായിട്ട് ബന്ധപ്പെട്ട പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു. എന്നാൽ പോലീസിന് ഇതിൽ ഒന്നും ചെയ്യുവാനായിട്ടില്ലായിരുന്നു. കാരണം ഒരു ചെറിയ ഗ്രാമത്തിൽ കാണപ്പെടുന്ന ഒരു സാധാരണ വഴക്കായിട്ട് അവരിത് കണ്ടു. പോലീസ് അതൊരു ചെറിയ റിപ്പോർട്ടിൽ ഒതുക്കി കാര്യമായിട്ടുള്ളൊരു അന്വേഷണവും അവർ നടത്തിയില്ല. എന്നാൽ ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ തലവെട്ടി വേലിയെ കുത്തിവെച്ചതോടെ തനിക്കെതിരെയുള്ള ഭീഷണി കൂടുതൽ ശക്തമായിരിക്കുന്നുവെന്ന് അവന് മനസ്സിലായി. ഗ്രഹാം കടുത്ത ദേഷ്യത്തോടെ വേലിയിൽ നിന്നും ആ കുറിപ്പ് വലിച്ചു കീറി വീണ്ടും പോലീസിനെ വിളിക്കുവാനായിട്ട് വീട്ടിലേക്ക് നടന്നു. ഈ സംഭവത്തിന് ശേഷം 10 ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഏപ്രിൽ 9 രാവിലെ ഗ്രഹാം തൻ്റെ തൊഴുത്തിനുള്ളിൽ പതിവ് പോലെ പശുവിനെ കറക്കുകയായിരുന്നു. ആ സമയത്ത് അയാൾ റേഡിയോയിൽ പാട്ടിൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടും കൂട്ടിവെച്ചിരുന്നു. സമീപത്ത് വെച്ചിരുന്ന റേഡിയോയുടെ ശബ്ദവും അതോടൊപ്പം പശുക്കളുടെ അമറലും കൊണ്ട് തൊഴുത്ത് മുഴുവനും വലിയ ശബ്ദമായിരുന്നു. എങ്കിലും ആ സമയത്തും ഗ്രഹാമിൻ്റെ ചിന്ത തനിക്ക് അടിക്കടിക്ക് വരുന്ന ഭീഷണിക്കത്തുകളെക്കുറിച്ചായിരുന്നു. ഉടൻ തന്നെ ഈ കേസിൽ അന്വേഷണം ആരംഭിക്കുമെന്ന് പോലീസ് അയാൾക്ക് ഉറപ്പും കൊടുത്തിരുന്നു. പക്ഷേ അവരുടെ ഉറപ്പിൽ അയാൾക്കത്ര വിശ്വാസവുമില്ല. കാരണം അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല.
ആടിന്റെ തല കിട്ടിയതിനു ശേഷം പുതിയ ഭീഷണി കത്തുകളൊന്നും വരാത്തതുകൊണ്ട് ജീവിതം സാധാരണ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഗ്രഹാമും കുടുംബവും ശ്രമിച്ചു. അന്നേ ദിവസം അയാളുടെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നു. ഗ്രഹാമിന്റെ ഭാര്യ മാർഗരറ്റ് അടുത്തുള്ള ഹോട്ടൽ എന്ന ടൗണിൽ ചില സാധനങ്ങൾ വാങ്ങുവാനായിട്ട് പോകുമെന്ന് അയാളോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അതുണ്ടായത്. തൊഴുത്തിന്റെ ഉള്ളിൽ വലിയ ബഹളമായതുകൊണ്ട് തന്റെ പിറകിലെ വാതിലുകൾ ആരോ ശക്തമായിട്ട് തള്ളി തുറക്കുന്നത് ഗ്രഹാം അറിഞ്ഞില്ല. പെട്ടെന്ന് അതേ ഗ്രാമവാസികളായ 2 പേർ പരിഭ്രാന്തിയോടെ തൊഴുത്തിലേക്ക് പാഞ്ഞു വന്നു. അവരെ കണ്ടതും ഗ്രഹാം കറവ അവിടെ വെച്ച് നിർത്തി. പിന്നെ റേഡിയോ ഓഫ് ചെയ്തു. അവരയാളോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരണം. നിന്റെ ഭാര്യയ്ക്ക് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഇത് കേട്ട് ഞെട്ടിപ്പോയ ഗ്രഹാം അവരോടൊപ്പം പുറത്തേക്ക് ഓടി. തന്റെ വീടിന്റെ പിൻവശത്തുള്ള റോഡിൽ നിന്നും കനത്ത ചാര നിറത്തിലുള്ള പുക ഉയരുന്നത് അയാൾ കണ്ടു. അവിടേക്ക് ഓടി വന്ന ഗ്രഹാം കണ്ടത് പൊട്ടിത്തെറിച്ച നിലയിൽ തകർന്നു കിടക്കുന്ന തന്റെ കാറാണ്. അതിന്റെ ഉള്ളിൽ നിന്നുമാണ് പുക ഉയരുന്നത്. അതോടൊപ്പം സമീപത്തുള്ള പുൽത്തകടിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന തന്റെ ഭാര്യ മാർഗരറ്റിനെയും അയാൾ കണ്ടു. അവളുടെ ഒരു തുടയുടെ പകുതിയോളം ഭാഗം ചിതറിപ്പോയിരുന്നു. ഒരു നിമിഷത്തേക്ക് ഗ്രഹാം സ്തംഭിച്ചു പോയി. അയാൾ ഒപ്പമുണ്ടായിരുന്ന നാട്ടുകാരോട് പോലീസിനെയും അതുപോലെ ആംബുലൻസിനെയും വിളിക്കുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഭാര്യയുടെ അടുത്തേക്ക് ഓടി. ഏകദേശം 20 മിനിറ്റുകൾക്ക് ശേഷം പാരാമെഡിക്കൽ സംഘം മാർഗരറ്റിനെ ആംബുലൻസിലേക്ക് മാറ്റി. ആംബുലൻസ് സമീപത്തുള്ള ആശുപത്രിയിൽ ലക്ഷ്യമാക്കി കുതിച്ചു. ആ സമയത്ത് ഗ്രഹാം കേസ് അന്വേഷിക്കുവാനായിട്ട് വന്ന പോലീസ് ഓഫീസറുടെ ഒപ്പം തകർന്ന മനസ്സോടെ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അത്ഭുതമെന്ന് പറയാം. മാർഗരറ്റിന്റെ കാലുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരുന്നുവെങ്കിലും അവൾക്ക് ജീവനുണ്ടായിരുന്നു. ആംബുലൻസ് കയറ്റുന്ന സമയത്തും അവൾക്ക് ബോധമുണ്ടായിരുന്നു. ഗ്രഹാമിന് അവളോടൊപ്പം ആശുപത്രിയിലേക്ക് പോകുവാനായിട്ട് കഴിഞ്ഞില്ല. കാരണം അയാൾക്ക് പോലീസിന് മൊഴി നൽകണമായിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായ കാര്യം ഇതാണ്: കാറിന്റെ സീറ്റിന്റെ അടിയിൽ ആരോ ഒരു ബോംബ് ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ഈ ബോംബ് നിർമ്മിച്ചത് നൈട്രോഗ്ലിസറിനും അതുപോലെ 8 ഷോട്ട് ഗൺ കാർട്രിഡ്ജിൽ നിന്നുമുള്ള വെടിമരുന്നും ഉപയോഗിച്ചാണ്. സ്ഫോടനത്തിന്റെ ആഘാതം നേരെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ബോംബ് സെറ്റ് ചെയ്തത്. മാർഗരറ്റ് ജീവനോടെ രക്ഷപ്പെട്ടത് വലിയൊരു അത്ഭുതമായിരുന്നു. കൂടുതൽ ബോംബുകൾ പരിസരത്തില്ലെന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് ബോംബ് സ്ക്വാഡ് അവിടെ ബാരിക്കേഡ് തീർത്ത് തെരച്ചിൽ നടത്തി. അവരുടെ അന്വേഷണത്തിൽ മറ്റ് ബോംബുകളൊന്നും കിട്ടിയില്ല. ഗ്രഹാം അപ്പോഴും കടുത്ത ഞെട്ടലിലും ഒപ്പം ഭാര്യയെക്കുറിച്ചുള്ള ആശങ്കയിലുമായിരുന്നു. അതോടൊപ്പം അയാൾക്ക് പോലീസിന് നേർക്ക് വലിയ ദേഷ്യവുമുണ്ടായി. കാരണം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് തങ്ങൾക്ക് നേരെ വരുന്ന ഭീഷണികളെക്കുറിച്ച് അയാൾ അവരോട് പലവട്ടം പറഞ്ഞതാണ്. പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഈ വിഷയത്തിൽ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അതായിരുന്നു അവൻ്റെ ദേഷ്യത്തിന് കാരണം. അയാൾ ഓഫീസറോട് ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു, സാർ, ഇത് എൻ്റെ വോൾവോ കാറാണ്. സാധാരണ എൻ്റെ ഭാര്യ ഈ കാർ ഓടിക്കാറില്ല. അവളുടെ കാറിന് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് അവൾ ഈ കാർ എടുത്തത്. അതുകൊണ്ട് ഉറപ്പാണ് ഈ ബോംബ് യഥാർത്ഥത്തിൽ എന്നെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. അവർ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ വന്നു. ക്രൈം നടന്ന സ്ഥലമായതുകൊണ്ട് പോലീസ് ഉടൻ തന്നെ അയാൾ അവിടേക്ക് കടക്കാതെ തടഞ്ഞു. ഗ്രഹാമിന് ഏതാനും കത്തുകൾ വന്നിരുന്നു. അത് കൈമാറുവാനാണ് അയാൾ വന്നത്. പോസ്റ്റ്മാൻ കത്തുകൾ പോലീസിനെ ഏൽപ്പിച്ചു. ആ കത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിൽ ഇരുന്ന കത്തിലെ കയ്യക്ഷരം കണ്ടതും ഗ്രഹാം ഒരു ഞെട്ടലോടെ വിളിച്ചു പറഞ്ഞു, സാർ, ഇത് അവനാണ്. എനിക്ക് നിരന്തരം ഭീഷണി കത്തുകൾ അയക്കുന്നവൻ. ഇത് അവൻ്റെ കയ്യക്ഷരമാണ്. തീർച്ചയായിട്ടും ഈ കത്തിലും പുതിയ എന്തെങ്കിലും ഭീഷണിയായിരിക്കും. പോലീസ് ആ കത്ത് തെളിവായിട്ട് കസ്റ്റഡിയിലെടുത്തു. സ്ഫോടനം കഴിഞ്ഞ് 15 ദിവസങ്ങൾ കഴിഞ്ഞു. അപ്പോഴും മാർഗരറ്റ് ആശുപത്രിയിൽ കഴിയുകയാണ്. അവളുടെ കാലുകളിലും ഇടുപ്പിലും തറച്ചു കയറിയ മെറ്റൽ പീസുകൾ എടുത്തു മാറ്റുവാനായിട്ട് നിരവധി സർജറികൾ വേണ്ടി വന്നു. മക്കളുടെ സുരക്ഷയെ കരുതി ഗ്രഹാം അവരെ തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് മാറ്റി. ചുരുക്കത്തിൽ ആ ഫാമിൽ ഗ്രഹാം ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ആരെയും ഞെട്ടിക്കുന്നൊരു അന്തരീക്ഷമായിരുന്നു അത്. കടുത്ത ഉത്കണ്ഠയോടെയും മാനസിക സമ്മർദ്ദത്തോടെയുമാണ് അയാൾ ദിവസങ്ങൾ തള്ളി നീക്കിയത്. താൻ എപ്പോഴും വെറുക്കുന്ന ആ ഫാമിൽ, അതും ഒരു വധഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് അവിടെ കഴിയേണ്ടി വരിക എന്നത് അയാളെ ഞെട്ടിച്ചു. മാത്രവുമല്ല, പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് കിട്ടിയിട്ടുമില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഇതാണ് സാഹചര്യം. തുടക്കത്തിൽ പോലീസ് അയാൾക്കും ഫാമിനും 24 മണിക്കൂറും കാവൽ ഏർപ്പെടുത്തിയെങ്കിലും പിന്നീട് അത് ഒഴിവാക്കി. അതിനൊരു കാരണമുണ്ടായിരുന്നു. പോലീസിന്റെ അന്വേഷണം എങ്ങും എത്താത്തതുകൊണ്ട് കലി കയറിയ ഗ്രഹാം ഒരു ദിവസം സ്റ്റേഷനിലേക്ക് പാഞ്ഞു വന്നു. എന്നിട്ട് തൻ്റെ വീട്ടിലെ പോലീസ് കാവൽ അവസാനിപ്പിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു. സ്വന്തം കാര്യം നോക്കുവാനായിട്ട് തനിക്കറിയാമെന്ന് അയാൾ പറഞ്ഞു. എന്നാൽ അയാളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടായിരുന്ന പോലീസ് വീട്ടിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അമർത്തുവാനായിട്ട് അയാൾക്കൊരു പാനിക് ബട്ടൺ നൽകി. എന്നിട്ട് ഫാമിന് കാവൽ നിന്ന ഓഫീസർമാരെ തിരിച്ചു വിളിച്ചു. ഈ പാനിക് ബട്ടൺ അമർത്തിയാൽ അടുത്ത സെക്കൻഡിൽ പോലീസിന് ഗ്രഹാമിന്റെ ഫാമിൽ എന്തോ അപകടമുണ്ടായെന്ന ഇൻഫർമേഷൻ കിട്ടും. അവർ ഉടനടി അവിടെ എത്തും. കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം തങ്ങളെ ദ്രോഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ശത്രു ആരാണെന്ന് ഗ്രഹാം തലപോഞ്ഞ് ആലോചിച്ചു. ഒടുവിൽ അവൻ്റെ മനസ്സിൽ 2 പേരുടെ പേരും അതുപോലെ മുഖവും തെളിഞ്ഞു വന്നു. അതിൽ ഒരാൾ ഗ്രഹാമിന്റെ ഭാര്യ മാർഗരറ്റുമായിട്ട് ഇല്ലീഗൽ റിലേഷൻ ഉള്ളൊരു ക്വാറി തൊഴിലാളിയായിരുന്നു. എന്നുവെച്ചാൽ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ള ഒരുവൻ. മാത്രവുമല്ല, അവന് ഗ്രഹാമിനെ കൊല്ലുവാനായിട്ട് മതിയായിട്ടുള്ള കാരണവുമുണ്ട്. ഗ്രഹാം ഇല്ലാതായാൽ അയാളുടെ ഭാര്യയും പിന്നെ ഈ കാണുന്ന സ്വത്തും അവൻ്റെ ആവും.
രണ്ടാമത്തെ വ്യക്തി അയാളുടെ അയൽക്കാരനായ കോളിൻ ബീഡൽ ടൈലർ ആയിരുന്നു. കാരണം അതിർത്തി തർക്കത്തിന്റെ പേരിൽ കോളിനുമായിട്ട് ഗ്രഹാം പലപ്പോഴും വലിയ വഴക്കുണ്ടാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും കോളിന് തന്നോട് വലിയ വൈരാഗ്യമുണ്ട്. അയാളായിരിക്കും ഇതിന് പിന്നിൽ എന്ന് ഗ്രഹാം ഊഹിച്ചു. എങ്കിലും അതൊന്ന് ഉറപ്പാക്കണം. വെറുതെ ഒരാളുടെ നേർക്ക് സംശയത്തിന്റെ പേര് ചൂണ്ടുവാനായിട്ട് കഴിയില്ല. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടണം. തൻ്റെതായ നിലയിൽ ഒരു അന്വേഷണം നടത്തുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഏപ്രിൽ 24-ാം തീയതി ഈ സംശയവും മനസ്സിൽ വെച്ചുകൊണ്ട് ഗ്രഹാം കോളിന്റെ വീട്ടിലേക്ക് നടന്നു. സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും പെരുമാറ്റം കോളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാനായിരുന്നു ആ യാത്ര. ഗ്രഹാം വരുന്ന സമയത്ത് കോളിൻ തന്റെ വീടിന്റെ മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. ഗ്രഹാമിനെ കണ്ടപ്പോൾ അയാൾക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. അവർ തമ്മിൽ വളരെ ഔപചാരികമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. വിചിത്രമെന്ന് പറയാം, തൻ്റെ അയൽക്കാരൻ്റെ വീട്ടിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടും അയാളുടെ ഭാര്യ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ടും കോളിൻ അതേക്കുറിച്ച് ഒരു വാക്ക് പോലും ഗ്രഹാമിനോട് ചോദിച്ചില്ല. ഇതോടെ കോളിന് നേർക്കുള്ള ഗ്രഹാമിൻ്റെ സംശയം ഇരട്ടിയായി. അയാൾക്ക് നിശ്ചയമായിട്ടും ഇതിൽ പങ്കുണ്ടെന്ന് ഗ്രഹാം ഉറപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അയാൾ വീണ്ടും പോലീസിനെ സമീപിച്ചു. പോലീസ് മാർഗരറ്റിന്റെ കാമുകനെയും അയൽക്കാരൻ കോളിനെയും ചോദ്യം ചെയ്തു. ഈ രണ്ടുപേരും ഇതിൽ നിരപരാധിയാണെന്ന് പോലീസ് കണ്ടെത്തി. ഇതറിഞ്ഞ ഗ്രഹാം വലിയ ദേഷ്യത്തിലായി. കാരണം ഇവരിൽ ഒരാളാണ് കുറ്റവാളിയെന്ന് അയാൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഏപ്രിൽ 30-ാം തീയതി രാത്രി സമയം. അന്നും കാര്യങ്ങളെല്ലാം പഴയതുപോലെയാണ്. അയാളുടെ ഭാര്യ ആശുപത്രിയിലാണ്. ഭീഷണി അപ്പോഴും നിലനിൽക്കുന്നു. പോലീസ് പ്രതിയെ പിടിച്ചിട്ടുമില്ല. ഗ്രഹാം തൻ്റെ ഓഫീസിൽ ഒരു നോട്ട് പാഡിന് മുൻപിൽ അസ്വസ്ഥനായിട്ടിരിക്കുന്നു. ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ എഴുതുവാനായിട്ട് അയാൾ ശ്രമിച്ചുവെങ്കിലും മനസ്സ് ശാന്തമല്ലാത്തതുകൊണ്ട് ഒന്നും എഴുതുവാനായിട്ട് കഴിഞ്ഞില്ല. ആ സമയത്താണ് മുൻവാതിലിൽ അതിശക്തമായിട്ടുള്ള ഒരു മുട്ട് കേട്ടത്. വാതിൽ ആരോ തല്ലി തകർക്കും പോലെ അയാൾക്ക് തോന്നി. ഗ്രഹാം ഞെട്ടിപ്പോയി. അയാൾ വലിയ ആശങ്കയോടെ മുൻവാതിലിന്റെ നേർക്ക് നടന്നു. വീണ്ടും വാതിലിൽ ആരോ അതിശക്തമായിട്ട് അടിക്കുന്നുണ്ട്. ഗ്രഹാം വിറയ്ക്കുന്ന കൈകളോടെ വാതിൽ മെല്ലെ തുറന്നു. പുറത്തു നിൽക്കുന്ന ആളെ കണ്ടതും താൻ ഇപ്പോൾ തന്നെ തിരിഞ്ഞോടണമെന്നും എന്നിട്ട് പോലീസ് നൽകിയ പാനിക് ബട്ടൺ അമർത്തണമെന്നും അയാൾക്ക് മനസ്സിലായി. പാനിക് ബട്ടൺ അമർത്തപ്പെട്ട മിനിറ്റുകൾക്ക് ശേഷം ഡിറ്റക്റ്റീവ് സൂപ്രണ്ട് ടോം ഇവാൻസിന്റെ കീഴിലുള്ള ഒരു പോലീസ് ടീം ഗ്രഹാമിന്റെ ഫാം ഹൗസിലേക്ക് പാഞ്ഞു വന്നു. വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഉള്ളിലേക്ക് കയറിയ പോലീസ് ടീം ആദ്യം കണ്ട കാഴ്ച ഇതാണ്. ഹാളിലെ തറയിൽ ചോരയിൽ കുളിച്ച് ഒരു ജഡം കിടക്കുന്നു. അത് ഗ്രഹാം അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽക്കാരനായിട്ടുള്ള 60 വയസ്സുകാരൻ കോളിനായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റാണ് അയാൾ കൊല്ലപ്പെട്ടത്. അയാളുടെ വലതു കൈയിൽ മൂർച്ചയുള്ളൊരു കത്തി ഉണ്ടായിരുന്നു. അതയാൾ മുറുക്കി പിടിച്ചിട്ടുമുണ്ട്. പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ഒരു ഞരങ്ങൽ ശബ്ദം കേട്ടു. തോക്കും ചൂണ്ടി പോലീസ് അടുക്കളയിലേക്ക് നീങ്ങി. അവിടെയുള്ള കസേരകളും മേശകളും എല്ലാം തന്നെ തകിടം മറിഞ്ഞ് കിടക്കുകയായിരുന്നു. മുറിയിലാകെ ചോര തെറിച്ചിരുന്നു. അതിനിടയിൽ കയ്യിലൊരു വേട്ടത്തോക്കും പിടിച്ച ഗ്രഹാം ചോരയിൽ കുളിച്ച് കിടക്കുന്നു. ഗ്രഹാമിന്റെ മുഖത്തും വയറ്റിലും കത്തികൊണ്ട് ആഴത്തിൽ മാരകമായിട്ടുള്ള മുറിവ് പറ്റിയിരുന്നു. അയാൾ വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഡിറ്റക്റ്റീവ് ടോം ഇവാൻസ് അയാളുടെ അരികിലേക്ക് ഓടിയെത്തി. ഗ്രഹാം വേദന കടിച്ചമർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അവൻ ആ കോളിൻ എന്നോട് വഴക്കിട്ടു. അവൻ തന്നെയാണ് എൻ്റെ കാറിൽ ബോംബ് വെച്ചതെന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവൻ ഒരു കത്തിയും കൊണ്ട് എന്നെ കൊല്ലുവാനായിട്ട് വന്നു. പലതവണ എന്നെ കുത്തി. ഞാൻ പരമാവധി തടഞ്ഞു. എനിക്ക് വലിയ പരിക്കേറ്റു. അവസാനം ജീവരക്ഷാർത്ഥം അകത്തേക്ക് ഓടി. പിന്നെ തോക്കെടുത്ത് അവനെ വെടിവെച്ചു. അതിനുശേഷം എങ്ങനെയോ പാനിക് ബട്ടൺ അമർത്തി. ഉടൻ തന്നെ ആംബുലൻസ് വന്നു. ഗ്രഹാമിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കോളിനാണോ ഗ്രഹാമിന്റെ കാറിൽ ബോംബ് വെച്ചതെന്ന് കണ്ടെത്തുവാനായിട്ട് പോലീസ് അടുത്ത ദിവസം അയാളുടെ വീട്ടിൽ തെരച്ചിൽ നടത്തി. ആ അന്വേഷണത്തിന്റെ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. കോളിന്റെ വീട്ടുവളപ്പിൽ നിന്നും കാർ ബോംബ് ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ച അതേ തരത്തിലുള്ള പൈപ്പിന്റെ കഷ്ണങ്ങൾ പോലീസിന് കിട്ടി. ഇതോടെ കോളിൻ തന്നെയാണ് പ്രതിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായി. കേസ് തലകീഴായിട്ട് മറിഞ്ഞു. അടുത്ത ദിവസം പോലീസ് വിഡൻഹിൽ ഫാമിലേക്ക് ഇരച്ചു കയറി. ഗ്രഹാമിനെ അവർ കൊലപാതകത്തിനും അതുപോലെ കൊലപാതക ശ്രമത്തിനും അറസ്റ്റ് ചെയ്തു. അതിന്റെ കാരണം ഇതായിരുന്നു. ഫോറൻസിക് ഓഫീസർമാരും ഡിറ്റക്റ്റീവ് യുവാൻസും പിന്നീട് ക്രൈം സീനിലെ തെളിവുകളും ഫോട്ടോസും വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ചില പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ വസ്തുവായിരുന്നു. എങ്കിലും ഇവാൻസിന്റെ 30 വർഷത്തെ പോലീസ് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു സത്യമാണത് പുറത്തേക്ക് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു കുറ്റാന്വേഷണ നോവലിനെ വെല്ലുന്ന മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഒരു എഴുത്തുകാരനാകുവാൻ ആഗ്രഹിച്ച ഗ്രഹാം ബാക്ക്ഹൗസ് തന്റെ മനസ്സിൽ മെനഞ്ഞ ഒരു ക്രൈം നോവലിന്റെ കഥ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. അയാളുടെ പിടിപ്പുകേടുകൊണ്ട് വിഡൻഹിൽ ഫാം വലിയ കടക്കണിയിലായി. $1,00,000 സാമ്പത്തിക ബാധ്യതയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഗ്രഹാം ഒരു വഴി കണ്ടെത്തി. അവൻ തന്റെ ഭാര്യ മാർഗരറ്റിന്റെ പേരിൽ വലിയ തുകയ്ക്ക് നിരവധി ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുത്തു. അതിനുശേഷം അവരെ കൊല്ലുവാനായിട്ട് സ്വന്തമായിട്ടൊരു പൈപ്പ് ബോംബ് നിർമ്മിച്ചു. എന്നിട്ടത് കാറിൽ വെച്ചു. പോലീസിന് തന്റെ നേർക്ക് സംശയം വരാതിരിക്കുവാൻ ബോംബ് വയ്ക്കുന്നതിനും ആഴ്ചകൾക്ക് മുൻപ് അവൻ തന്നെ സ്വന്തം വിലാസത്തിലേക്ക് നിരവധി ഭീഷണി കത്തുകൾ എഴുതി അയച്ചു. ഫാമിന്റെ പലയിടത്തും ഇങ്ങനെയുള്ള കത്തുകൾ എഴുതി വെച്ചു. ആടിന്റെ തല വെട്ടിയെടുത്ത് വേലിയിൽ കെട്ടിവെച്ചതും അയാൾ തന്നെയായിരുന്നു. താനൊരു ഇരയാണെന്ന് വരുത്തി തീർക്കുവാനായിരുന്നു ഇതെല്ലാം ചെയ്തത്.
പക്ഷേ കാർ ബോംബ് സ്ഫോടനത്തിൽ ഭാര്യ മരിക്കാതെ രക്ഷപ്പെട്ടപ്പോൾ ഗ്രഹാം പരിഭ്രാന്തനായി. പോലീസ് തന്നെ പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഗ്രാമത്തിൽ താനുമായിട്ട് ശത്രുതയുള്ള അയൽക്കാരൻ കോളിനെ ഇതിലേക്ക് വലിച്ചഴിക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഏപ്രിൽ 30-ാം തീയതി രാത്രിയിൽ അവൻ കോളിനെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ കോളിന്റെ നെഞ്ചിലേക്ക് വെടിവെച്ചു. അതിനുശേഷം കോളിൻ തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുവാനായിട്ട് സ്വന്തം കൈകൊണ്ട് മുഖത്തും വയറ്റിലും കത്തികൊണ്ട് വരഞ്ഞ മുറിവുണ്ടാക്കി. ഇതിനോടകം കോളിന്റെ വീട്ടുവളപ്പിൽ പൈപ്പ് ബോംബ് നിർമ്മിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചും വെച്ചു. ക്രൈം സീൻ വിശദമായിട്ട് പഠിച്ച ഫോറൻസിക് ടീം ചില കാര്യങ്ങൾ കണ്ടെത്തി. അടുക്കളയിലാണല്ലോ ഗ്രഹാം ചോരയും ഒലിപ്പിച്ച് കിടന്നത്. അവിടെ കണ്ട രക്തത്തുള്ളികളുടെ പാറ്റേൺ വളരെ വ്യത്യസ്തമായിരുന്നു. ഗ്രഹാം പറഞ്ഞതുപോലെ കോളിനുമായിട്ട് അയാൾ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വീട് മുഴുവനും രക്തം ചിതറിത്തെറിച്ച് നീളത്തിൽ രക്തപ്പാട് കാണണം. എന്നാൽ അടുക്കളയിലെ നിലത്ത് കാണപ്പെട്ട രക്തം ദേഹത്തു നിന്നും തുള്ളി തുള്ളിയായിട്ട് ഇറ്റു വീണതുപോലെ വൃത്തത്തിലാണ് കാണപ്പെട്ടത്. മാത്രവുമല്ല, കോളിൻ കത്തിക്കൊണ്ട് ആക്രമിക്കുമ്പോൾ ഗ്രഹാം സ്വാഭാവികമായിട്ടും കൈകൊണ്ടാണ് പ്രതിരോധിക്കുക. അങ്ങനെ വരുമ്പോൾ അയാളുടെ കയ്യിൽ ഡിഫൻസീവ് വൂണ്ടുകൾ കാണപ്പെടണം. എന്നാൽ അയാളുടെ കൈകളിൽ ഒരു മുറിവ് പോലും ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഗ്രഹാമിന്റെ ശരീരത്തിൽ കാണപ്പെട്ട മുറിവുകളും അയാൾക്ക് എതിരായിരുന്നു. മനഃപൂർവ്വം നിന്നുകൊടുത്ത് മുറിവേറ്റതുപോലെയാണത് കാണപ്പെട്ടത്. മരിച്ചു കിടന്ന കോളിൻ ഒരു കത്തി കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു. ഫോറൻസിക് പതോളജിസ്റ്റ് ഇതേക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ഗ്രഹാം വെച്ച ആദ്യത്തെ വെടി വളരെ മാരകമായിരുന്നു. അത് അയാളുടെ ഹൃദയം തകർത്താണ് കടന്നുപോയത്. ആ ആഘാതത്തിൽ പിന്നോട്ടും മറിയുമ്പോൾ കത്തി കയ്യിൽ നിന്നും വിട്ടുപോകും. പിന്നെ എങ്ങനെ അയാൾ കത്തി ബലമായിട്ട് പിടിച്ച നിലയിൽ കാണപ്പെടും? മുൻവാതിലിൽ നിന്നും അടുക്കളയിലേക്ക് ഓടി വന്ന് തോക്കെടുത്താണ് താൻ കോളിനെ വെടിവെച്ചത് എന്നാണ് അയാൾ പറഞ്ഞത്. ഇതേ മുൻവാതിലിൽ വെച്ചാണ് കോളിൻ ഗ്രഹാമിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. അയാൾ ആ മുറിവുമായിട്ട് അടുക്കളയിലേക്ക് ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും പോകുന്ന വഴിയിൽ രക്തം വീഴേണ്ടതാണ്. പക്ഷേ മുൻവാതിലിനും അടുക്കളയ്ക്കുമിടയിൽ ഒരു തുള്ളി രക്തം പോലും കാണപ്പെട്ടില്ല. കൂടാതെ അടുക്കളയിൽ എമ്പാടും മറിഞ്ഞു കിടക്കുന്ന കസേരകളും മറ്റു സാധനങ്ങളും രക്തത്തുള്ളികളുടെ മുകളിലായിരുന്നു. കോളിന്റെ വീടിന്റെ വളപ്പിൽ നിന്നും ബോംബ് നിർമ്മിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ ആർക്കും വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന വിധത്തിലാണ് കിട്ടിയത്. പോലീസിനെ എളുപ്പത്തിൽ കണ്ടെത്തുവാനായിട്ട് മനഃപൂർവ്വം ആരോ കൊണ്ടുവന്ന് വെച്ചതുപോലെ ഒരു കുറ്റവാളി ഒരിക്കലും ഇങ്ങനെ ബാലിശമായിട്ട് പെരുമാറില്ല. ഇതിൽ നിന്നും പോലീസിന് വളരെ വ്യക്തമായിട്ടും കാര്യങ്ങൾ കിടപ്പുവശം പിടികിട്ടി. ഗ്രഹാം കോളിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അയാളെ മുൻവാതിലിന്റെ അരികിൽ വെച്ച് വെടിവെച്ചു കൊന്നു. എന്നിട്ട് ഒരു കത്തിയെടുത്ത് കോളിന്റെ കയ്യിൽ പിടിപ്പിച്ചു. അതിനുശേഷം അടുക്കളയിലേക്ക് പോയി വേറെ ഒരു കത്തിയെടുത്ത് മുഖത്തും വയറ്റിലും വരഞ്ഞ് മുറിവുണ്ടാക്കി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കസേരയും മറ്റും മറിച്ചിട്ടു. അതിനുശേഷം പാനിക് ബട്ടൺ അമർത്തി. പിന്നെ പോലീസ് വരുവാനായിട്ട് കാത്തിരുന്നു. എന്നാൽ ഈ കള്ളങ്ങളെല്ലാം ശാസ്ത്രീയമായിട്ട് പൊളിച്ചടിക്കിയത് ഗ്രഹാമിന്റെ ഓഫീസിൽ നിന്നും കിട്ടിയ ഒരു സ്പൈറൽ നോട്ട്പാഡായിരുന്നു. അത് വളരെ ശക്തമായൊരു എവിഡൻസ് ആയിരുന്നു. കോടതിക്ക് വളരെ വ്യക്തമാകുന്ന ഒന്ന്. ആ നോട്ട്പാഡിലെ ഒരു പേജിൽ ഗ്രഹാം പേന കൊണ്ട് വളരെ വിചിത്രമായിട്ടുള്ളൊരു ചിത്രം വരച്ചിരുന്നു. ഗ്രഹാം ആ ചിത്രം വരച്ചപ്പോൾ പേനയുടെ അമർത്തൽ കാരണം അതിന് താഴെയുള്ള ഏതാനും പേജുകളിൽ അതിന്റെ അച്ചു വീണിരുന്നു. കഷ്ടകാലത്തിന് അതേ അടയാളങ്ങൾ വീണ പേജുകൾ കീറിയെടുത്താണ് ഗ്രഹാം പോലീസിന് കൈമാറിയ ഭീഷണി കത്തുകൾ എഴുതിയത്. പോലീസ് കത്തിൽ കണ്ട അമർത്തൽ അടയാളങ്ങളും ഗ്രഹാമിന്റെ ഡയറിയിലെ ചിത്രവും ഒത്തുനോക്കിയപ്പോൾ രണ്ടും ഒന്നാണെന്നും ഒരാൾ തന്നെ വരച്ചതാണെന്നും തെളിഞ്ഞു. അതോടെ ഭീഷണി കത്തുകൾ എഴുതിയതും അയൽവാസിയെ കൊന്നതും ഭാര്യയെ വധിക്കുവാനായിട്ട് ശ്രമിച്ചതും ഗ്രഹാം ബാക്ക്ഹൗസ് ആണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടു. സ്വന്തം ഭാര്യയെ കൊന്ന ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുവാനും നിരപരാധിയായ അയൽക്കാരനെ കൊലക്കത്തിക്ക് ഇരയാക്കുവാനും വളരെ മനോഹരമായിട്ട് തിരക്കഥ എഴുതിയ ഗ്രഹാം ഒടുവിൽ നിയമത്തിന് മുൻപിൽ കുടുങ്ങി. കോടതി അവനെ ഇരട്ട ജീവപര്യന്തം വിധിച്ചു. പക്ഷെ അത് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ജയിലിലായി 9 വർഷം കഴിഞ്ഞപ്പോൾ 1994 ഹാർട്ട് അറ്റാക്ക് മൂലം അയാൾ മരിച്ചു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ താഴെയുള്ള കമൻറ്റുകളിൽ അറിയിക്കുക. വീണ്ടും നമ്മൾ മറ്റൊരു കഥയിൽ വെച്ച് കാണും.